തൻ്റെ 65-ാമത്തെ വയസ്സിൽ 1009 തവണ റിജക്ഷൻ ഏൽക്കേണ്ടി വന്നിട്ടും തകരാതെ മുന്നോട്ട് പോയി തൻ്റെ ഗോൾസിനെ അച്ചീവ് ചെയ്തു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിൻ്റെ പേര് കേട്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും KFC. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. കേണൽ ഹാർലൻഡ് സാൻഡേഴ്സിൻ്റെ ജീവിത വിജയ കഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കേണൽ ഹാർലൻഡ് സാൻഡേഴ്സിൻ്റെ ജീവിതം എന്നുള്ളത് വളരെയേറെ കഠിനമേറിയ പരീക്ഷണമുള്ളതായിരുന്നു. 40ഓളം ജോലികൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. തൻ്റെ 65-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കൈവശമുണ്ടായിരുന്നത് വെറും ഒരു പെൻഷൻ ചെക്ക് മാത്രമായിരുന്നു. അദ്ദേഹത്തിന് പക്ഷേ തൻ്റെ സ്കില്ലിൽ അദ്ദേഹം കോൺഫിഡൻ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രഹസ്യ ചിക്കൻ റെസിപ്പി വിൽക്കാൻ വേണ്ടിയിട്ട് 1009 റെസ്റ്റോറൻറ്റുകളെ അദ്ദേഹം സമീപിച്ചു. പക്ഷേ ഇവിടെയെല്ലാം അദ്ദേഹത്തിന് റിജക്ഷൻ ഏൽക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം തളരാതെ മുന്നോട്ട് പോയി. അങ്ങനെ 1010-ാമത്തെ റെസ്റ്റോറൻറ്റ് എത്തിയപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഉടമ അദ്ദേഹത്തിൻ്റെ റെസിപ്പി സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ KFC എന്ന ബ്രാൻഡിൻ്റെ വലിയൊരു വിജയ ആരംഭം അവിടെ തുടങ്ങുകയായിരുന്നു. ഇന്ന് 150-ലേറെ രാജ്യങ്ങളിൽ 27,000-ത്തിലധികം ഔട്ട്ലെറ്റുകളോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു KFC എന്ന ബ്രാൻഡ്. ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന വലിയൊരു പാഠമുണ്ട്. നമുക്കൊരു ഗോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയും പോകാൻ നമ്മൾ തയ്യാറാവണം. ഇന്ന് നമുക്കതൊരു ചെറിയൊരു ആശയമാകട്ടെ, അത് ഒരു നാളിൽ ലോകം അംഗീകരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഗോൾസിനെ കുറിച്ച് താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കാനും ഇതുപോലത്തെ നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ ഹാവ് എ നൈസ് ഡേ.